ഇതൊരു ദൈവനിയോഗമാണ്. ഈ നിയോഗം അനുസരിച്ച് ജീവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആക്രമണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിളിയുടെ ഭാഗമാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ മറ്റുള്ളവർ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് പറയുക, അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം അതനുസരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. എനിക്കവിടെ എൻ്റെ രൂപതയിൽ ഇപ്പോൾ ഏകദേശം ഒരു 50 അച്ഛന്മാരുണ്ട്. അതിൽ ഒരു 95% അച്ഛന്മാരും 50 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പം അവരുടെ ശക്തിയാണ് എൻ്റെ ബലം. അവരാണ് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യാൻ പോകുന്നത്. പുതിയ പദ്ധതി എവഞ്ചലൈസേഷനാണ് ഞങ്ങളുടെ പദ്ധതികൾ. ഈശോയുടെ സ്നേഹം എല്ലായിടത്തും എത്തിക്കുക. ഈ ആദിലാബാദ് രൂപത എന്നുള്ളത് ഒരു 1.5 കേരളത്തിൻ്റെ വിസ്തൃതിയുണ്ട്. ഞങ്ങൾക്ക് 45 ഇടവകളാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ ഇപ്പോഴുള്ള നമ്മുടെ ക്രിസ്തീയ വിശ്വാസം കൂടുതലായിട്ട് ഉറപ്പിക്കുക, പുതിയതായിട്ട് ആൾക്കാരിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് കടന്നു ചെല്ലുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അവിടെ കർണാടകയിൽ ഇപ്പം BJP ആണ് റൂൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ആ ഏരിയയിൽ. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ബാംഗ്ലൂരിൽ കോൺഗ്രസ് ആണല്ലോ. എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അതിനെ നമുക്ക് ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പം അവിടെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല നമ്മുടെ കർണാടകത്തിൽ. കാരണം ഞങ്ങൾ അവിടെ ഒത്തിരി നാളായി. ഞാനൊക്കെ അവിടെ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ ആൾക്കാർ ഞങ്ങളെ അറിയാം, ഞങ്ങൾക്ക് അവരെ അറിയാം. അപ്പോൾ ആ രീതിയിൽ ഒത്തിരി സഹകരണം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ എക്സ്ട്രീമിസ്റ്റ് BJPക്കാരുടെ എക്സ്ട്രീമിസ്റ്റ് അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പം അതിനെ അവരോട് സംസാരിച്ച് ഒരു ഡയലോഗ് രീതിയിലാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരുപാട് സംസാരിച്ച് അവരുമായിട്ട് ഒത്തുപോകുവാനായിട്ട്, മറ്റുള്ളവരെയും കൂടി നമുക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അവിടെ. അപ്പം അതൊരു മത ഐക്യ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. എല്ലാവരും അങ്ങോട്ട് സംസാരിക്കാനായിട്ടും മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഗുണമുള്ള ഒരു ഏരിയയാണ് ഞങ്ങളുടെ വെളുത്തങ്ങാടി രൂപത. ഒന്നും നമ്മൾ ഡിസൈഡ് ചെയ്തല്ല പോകുന്നത്. നമ്മൾ രൂപതയെ ജോലി ചെയ്യുമ്പോൾ രൂപതയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് വരും, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള രീതിയിലാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാനായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊരു പ്രയാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെയിറ്റ് നോക്കണം എങ്ങനെയൊക്കെ.